ഹായ്, ഞാൻ ഷവർലത്തിക്കാടൻ. ഞാൻ ആസിറ. രുചി എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഈ 2 ആഴ്ചന്റെ ഇടയിൽ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 10K പ്ലസ് ആയിട്ടുണ്ട്. കൂടാതെ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഇന്നൊരു ഡിഷ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സ്വീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പുഡിംഗ് ആണ്. എന്താ പറയാ, എല്ലാവരും ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പക്ഷെ അതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാം. നമ്മളെപ്പോഴും പറയുന്ന പോലെ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ പലരും ചോദിക്കാറുണ്ട് 1K സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ ഈ 10Kയിലേക്ക് എത്തി. അതിന്റെ 1 മന്ത് കൊണ്ട് 10Kയിലേക്ക് എത്തിയിട്ടില്ല. 1 മന്ത് കൊണ്ടാണ് 1Kയിൽ നിന്ന് 10Kയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ ടിപ്സ് എന്താണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങള് ക്യാപ്ഷൻ നല്ലതാക്കി കൊടുക്കുക. പിന്നെ യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത്, ക്യാപ്ഷൻ നല്ലത് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ രീതിയിലുള്ളത് അവിടെയും ഹാഷ്ടാഗ് കൊടുക്കാം. പിന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിന് താഴെ ടാഗില് മെയിൻ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യൂട്യൂബിന്റെ മെയിൻ നട്ടിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടാഗുകളാണ്. ടാഗില് 500 വേർഡ്സ് കറക്റ്റ് കൊടുക്കാൻ നോക്കുക. അപ്പൊ നമ്മുടെ വീഡിയോ സെർച്ചിങ്ങിൽ ഫ്രണ്ടിലായിട്ട് എത്തും. ഓക്കെ. പിന്നെ എന്താ പറയാന്ന് വെച്ചാല്, നമ്മള് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടേതായ രീതിയിൽ പറയാം. അതായത് കുറച്ച് സംഭവമാക്കി പറയാതിരിക്കാം. കാരണം ഞാൻ പഠിച്ചിട്ടതാണ്. കാരണം ഫസ്റ്റത്തെ എന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കലീസിലെ ഒരു വീഡിയോ ആണ് അത്. നിങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പലരും പറയണ്ടായി അത് നമ്മള് പുസ്തകം എന്റെ അടുത്ത് വന്ന ഒരു വ്ളോഗ് ചെയ്തതാണ്. ഭയങ്കരമായിട്ട് പ്രശ്നം വന്നു. അപ്പൊ എന്താ പറയാന്ന് വെച്ചാല് നമ്മുടേതായ രീതിയിൽ, പിന്നെ ഞാൻ പഠിച്ചു നമ്മുടേതായ രീതിയിൽ ചെയ്യാനാണ്. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ കൂടുതൽ പറഞ്ഞു വെറുപ്പിക്കണില്ലേ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഹലോ, ഇന്ന് ഞാൻ വന്നിട്ട് ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കൂടാതെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ഏകദേശം ഒരു ബൗൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര, പിന്നെ പാല്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, പിന്നെ വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. പിന്നെ ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചെറി ജസ്റ്റ് ഒന്ന് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഞാൻ പാൽ ഒരു ചെറിയൊരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. അതിലോട്ട് 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 2.5 കപ്പ് പാലിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത്. 1 കപ്പ് ഏകദേശം 250 ml ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റേർഡ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് മധുരം കുറവായതുകൊണ്ട് ഞാൻ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനും അതുപോലെ തന്നെ കട്ട പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പൈനാപ്പിൾ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിളും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ വെള്ളം ഇറങ്ങിയിട്ട് വരും. അപ്പോൾ അത് പേടിക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ചെല്ലാം വറ്റുമ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ രുചി എക്സ്പ്രസ് എന്ന ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ പൈനാപ്പിളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുന്നത് പൈനാപ്പിളാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ലെയറിൽ യൂസ് ചെയ്യുന്നത്. ബാക്കി ഭാഗം നമ്മളവിടെ മാറ്റി വയ്ക്കണേ. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് കണ്ടില്ല, നേരത്തേക്കാളും നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. കസ്റ്റേർഡ് എല്ലാം ഞാൻ ഈ സെക്കൻഡ് ലെയറിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് വേണ്ടി ഞാൻ പറഞ്ഞൊരു സീക്രട്ട് ഐറ്റം ഉണ്ടെന്ന്, അപ്പോൾ അത് നോക്കാം എന്താണെന്ന്. ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ സൺഫീസ്റ്റിൻ്റെ മേരി ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതുപോലത്തെ ആരോ റൂട്ട് ബിസ്ക്കറ്റോ ഒക്കെ യൂസ് ചെയ്യാം.
അതുപോലെ ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് 3rd ലെയർ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ബിസ്ക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ പുഡിങ്ങിന്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് പൈനാപ്പിളും ചെറീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ പൊടിച്ചിട്ട് ഇതുപോലെ സൈഡിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ, അതൊന്നും വലിയ കാര്യമില്ല. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആയതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു. ഞങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ അതിലൊരു സീക്രട്ട് ഉണ്ട്. സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പാളിച്ചാണ്.